രണ്ടാം ഭാഗം വരികയാണ്. രജനീകാന്തും അക്ഷയ് കുമാറും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ദൃശ്യവിസ്മയമാകുമെന്ന് പ്രമുഖ എഴുത്തുകാരനും ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുമായ ബി ജയമോഹൻ പറയുന്നു. ഒഴിമുറി ഒഴികെ മലയാളത്തിൽ താൻ തിരക്കഥയൊരുക്കിയ ചിത്രങ്ങളെല്ലാം നിരാശയാണ് സമ്മാനിച്ചതെന്നും ജയമോഹൻ പറഞ്ഞു. സിനിമയിലെയും എഴുത്തിലെയും പുതിയ ഇടങ്ങളെക്കുറിച്ച് ജയമോഹൻ മനസ്സ് തുറക്കുന്നു. സമകാലിക തമിഴ് സാഹിത്യലോകത്ത് ഏറ്റവും തലപ്പൊക്കമുള്ള എഴുത്തുകാരൻ, നാഞ്ചിനാടിന്റെ ഹൃദയത്തുടിപ്പുകൾ അക്ഷരങ്ങളിലേക്ക് ആവാഹിച്ച ബി ജയമോഹൻ 1990കളിൽ തമിഴ് സാഹിത്യലോകത്ത് പ്രവേശിച്ചപ്പോൾ തന്നെ ജയമോഹന്റെ അക്ഷരവഴികൾ തീർത്ത ഉത്തരാധുനികതയുടെ പ്രഭാവം ഒടുവിലെത്തി നിൽക്കുന്നത് മഹാഭാരതത്തിന്റെ പുത്തൻ ആഖ്യാനത്തിലാണ്. അത് ഏജ് ഓഫ് 50+ നമ്മുടെ കരിയറിന്റെ ഒരു പീക്കായി കഴിഞ്ഞു. ഇനി ഒരുപാട് കാലമൊന്നും എഴുതാൻ പറ്റില്ല, ഇത് പോസ്റ്റ്പോൺ ചെയ്താൽ പിന്നെ എഴുതാനേ പറ്റില്ല എന്ന് തോന്നി. അപ്പൊ ഒരു ദിവസം ഞാൻ എന്റെ മോൾക്ക് മഹാഭാരതത്തിന്റെ കഥ ഇങ്ങനെ പറയുമ്പോ അവള് പറഞ്ഞു, എഴുതുന്ന വെച്ചാൽ എന്തെങ്കിലും എഴുതിക്കണം. കണ്ണടച്ചിട്ട് അന്ന് ഡിക്ലെയർ ചെയ്തു, അന്ന് ക്രിസ്മസ് ആണ്, ഞാൻ ഈ 1-ാം തീയതി മുതൽ മഹാഭാരതം നോവൽ എഴുതും. ഓരോ ചാപ്റ്ററും ഒരു ദിവസം ഒരു ചാപ്റ്റർ വീതം പബ്ലിഷ് ചെയ്യും, എന്റെ ഇന്റർനെറ്റിൽ പബ്ലിഷ് ചെയ്യും. ഇത് എനിക്ക് വായനക്കാരുണ്ടാവണം, എത്ര താല്പര്യം ഉണ്ടെങ്കിലും ആളുകളേക്ക് കുറച്ചെങ്കിലും ഉണ്ടാവണം. എന്നിട്ട് ഞാനൊരു 20ഓളം ഫ്രണ്ട്സിന് മെയിൽ അയച്ച്, നിങ്ങൾ മാത്രമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത് തീരുന്നവരേക്കും വായിക്കണം. ഞാൻ എഴുതി തിരിക്കാൻ 10 കൊല്ലം, അറൌണ്ട് 25,000-30,000 പേജസ് ആവും. ഇത് അവസാനം വരെയും നിങ്ങൾ വായിക്കണം, നിങ്ങൾ വായിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവരെനിക്ക് പേഴ്സണലായിട്ട് ഒരു ഗ്യാരണ്ടി തരുകയുണ്ടായി. ശരി, 20 വായനക്കാരുണ്ടാവും, അത് മതി എന്നാണ് അങ്ങ് തുടങ്ങിയത്. പുതിയ കാലത്തിന്റെ വായനാശീലങ്ങളെയും ജീവിത സംഘർഷങ്ങളെയും ഇതിഹാസകാവ്യത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം മാറ്റിവരയ്ക്കുന്നു. മഹാഭാരതമാണെങ്കിലും പരിപൂർണമായി ശുദ്ധമായ തമിഴിൽ എഴുതപ്പെടുന്നതാണ്. സംസ്കൃത വാക്കുകൾ ആൽമോസ്റ്റ് ഇല്ല. ഇനിയും പറഞ്ഞ തമിഴിന്റെ ഈ നവോത്ഥാനം തുടങ്ങിയതിനു ശേഷം പരിപൂർണമായിട്ട് തമിഴ് എഴുതപ്പെടുന്ന ആദ്യത്തെ വർക്കാണ്. ഏത് വർക്കിലും സംസ്കൃതം ഉണ്ടാവും തമിഴില്, ഇതിൽ 100% സംസ്കൃതം ഉണ്ടാവില്ല, പേരുകൾ ഒഴിച്ച്. പിന്നെ ഇത് ഒരു പോസ്റ്റ് മോഡേൺ ടെക്സ്റ്റാണ്, അല്ലാതെ ഒരു ക്ലാസിക്കലായ പഴയ രീതിയിലുള്ള റീനറേഷൻ അല്ല. ഇത് പോസ്റ്റ് മോഡേൺ നോവലാണ്. യന്തിരന്റെ രണ്ടാം ഭാഗത്തിനായി രജനീകാന്തും സംവിധായകൻ ശങ്കറും ഒന്നിച്ചപ്പോൾ തിരക്കഥയൊരുക്കുന്നതും ജയമോഹൻ തന്നെ. യന്ത്രൻ 1 യന്ത്രൻ 2 വന്നിട്ട് കൂടുതൽ പാക്ഡ് ആയ സ്ക്രിപ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. യന്ത്രൻ 1 വന്നിട്ട് ഒരു പുതുമ ഉണ്ടായിരുന്നു, പക്ഷെ സ്ക്രിപ്റ്റിന് ഒരു പാക്ഡ് ഉണ്ടായിരുന്നില്ല. കാരണം അതിന് സ്ട്രോങ് ആയ ആന്റി ഹീറോ ഇല്ല. രജനീകാന്ത് ഈസ് ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് രജനീകാന്ത് എന്നുള്ളതാണ് ഫസ്റ്റ്. ഇതിലങ്ങനെയല്ല, ഇതിൽ വന്നിട്ട് സ്ട്രോങ് ആയ ആന്റി ഹീറോ ഉള്ളതുകൊണ്ട് വെരി ഫോക്കസ്ഡ് ആയ സ്ക്രിപ്റ്റാണ് ഉള്ളത്. അതായത് മോർ ഷാർപ്പ് സ്ക്രിപ്റ്റ്. അതുകൊണ്ട് ഒരു പരിധി വരയ്ക്ക് അതിനേക്കാളും ബെറ്റർ ആയ സിനിമ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റൈൽ മന്നന്റെ ആഘോഷ കാഴ്ചകൾക്കൊപ്പം ആസ്വാദകർ കാത്തിരിക്കുന്നത് വില്ലനായെത്തുന്ന അക്ഷയ് കുമാറിന് വേണ്ടി കൂടിയാണ്. അക്ഷയ് കുമാറിന്റെ വില്ലൻ റോളും പടത്തിന്റെ വളരെ മേജറായ ഒരു അട്രാക്ഷനാണ്. വില്ലൻ എന്ന് പറയാൻ പറ്റില്ല, നെഗറ്റീവ് ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഫോളൻ ഹീറോ എന്ന് പറയാം. ഏതാണ്ട് രജനീകാന്തിന് തുല്യമായിട്ട് പ്രാധാന്യമുള്ള സ്ട്രോങ് ആയ ഒരു വില്ലൻ ക്യാരക്ടറാണ്. ആൻഡ് ഇൻഫർമേഷൻ വേണമെങ്കിൽ ഒറിജിനലി ഇറ്റ് വാസ് റിട്ടൺ ഫോർ കമൽ ഹാസൻ. കമൽ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ എഴുതിയ ഒരു ക്യാരക്ടറാണ്. ദെൻ കമൽ ചെയ്യാൻ പറ്റിയില്ല പല കാരണങ്ങൾ കൊണ്ട്. പിന്നെ നമ്മൾ ശ്വാസ്നഗർക്കും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് അക്ഷയ് കുമാറിലേക്ക് അത് വരുന്നത്. സോ ഇറ്റ് വാസ് എ ഹ്യൂജ് ക്യാരക്ടർ. മലയാളത്തിൽ RS വിമലും പൃഥ്വിരാജും ഒന്നിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം കർണന്റെ എഴുത്തുപുരയിലാണ് ജയമോഹൻ ഇപ്പോൾ. തമിഴ് മലയാളം വെഞ്ചറാണിത്. അപ്പൊ ഇപ്പോൾ ഐഡിയ എന്ന് പറയുന്നത് ഒരു തമിഴ് സ്ക്രിപ്റ്റ് ഞാൻ എഴുതും, വിമൽ അതിനൊരു മലയാള വെർഷൻ ഉണ്ടാക്കും, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് മലയാളത്തിലും തമിഴിലുമായിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇപ്പോ വന്നിട്ട് പൃഥ്വിരാജാണ് അതിന്റെ നായകനായിട്ട് അഭിനയിക്കുന്നത്. വലിയ സ്റ്റാർ കാസ്റ്റ് വേണ്ടി വരും. മലയാളത്തിൽ ഒഴിമുറി ഒഴികെ മറ്റു ചിത്രങ്ങളൊന്നും തൃപ്തി നൽകിയില്ലെന്ന നിരാശ ബാക്കി. ഒഴിമുറി ഒഴിച്ച് മറ്റൊരു പടത്തിന്റെ യാതൊരു പ്രൊഡക്ഷനോട് എനിക്ക് എന്തോ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല, ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. സ്ക്രിപ്റ്റ് എല്ലാം തന്നെ അവരിരുന്ന് റീറേറ്റ് ചെയ്യും, അവർ മാറ്റി മറിക്കുകയും അവിടെ തന്നെ ഇരുന്ന് മാറ്റി മാറ്റി എഴുതുകയും മറ്റെന്തോ ഒരു പടം വന്ന് കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എല്ലാ സ്ക്രിപ്റ്റ് അങ്ങനെയായിരുന്നു. മലയാളത്തിൽ ഏറെ പ്രതീക്ഷയോടെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു സിനിമാ സ്വപ്നത്തെക്കുറിച്ചുകൂടി ജയമോഹൻ പറഞ്ഞു നിർത്തി. ഞങ്ങളെ ഏരിയയിലെ റൈറ്ററാണ് ശ്രീരാമപിള്ള.
ധർമ്മരാജ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ്. മമ്മൂട്ടി പോലെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ ധർമ്മരാജ മലയാളത്തിൽ എടുക്കാം താരങ്ങളുണ്ട്, ഒരു സ്ക്രിപ്റ്റ് ചെയ്യാനുള്ള താല്പര്യമുണ്ട്. ആൽമോസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് വേർഷൻ തന്നെ എന്റെ കയ്യിലുണ്ട്. പി ബി അനൂപ്, മനോരമ ന്യൂസ്, ഡൽഹി.